ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോദകം എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഗ്രീൻ ഗ്രാമിൽ നോർമലി കടയിലൊക്കെ മൈദ മാവാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വീറ്റ് ഫ്ലോറിൽ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഗ്രീൻ ഗ്രാം ഞാൻ വന്നിട്ട് ഒരു ദിവസം ലൈറ്റ് കുതിർത്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ അതിനെ സ്പ്രൗട്ടഡ് ആക്കിയതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കണം. വെച്ചാൽ നമ്മൾ എത്രയാണോ പയറിടുന്നത് അതിൻ്റെ താഴെ നിൽക്കുന്ന പോലെ വെള്ളം നിങ്ങൾ വെക്കണം. ഒരു വിസിലെടുക്കണം. ഒറ്റ വിസിൽ മാത്രം എടുക്കണം. അതാണ് ടേസ്റ്റ് ഈ സ്നാക്ക് നമ്മൾ കഴിക്കുമ്പോഴത്തേനും. എന്നിട്ട് മുകളിൽ എപ്പോഴും എയർ വന്നിട്ട് മാത്രം വിസിലിടുക. വച്ചിട്ട് നമ്മളടുത്ത് കണ്ടില്ലേ, ഇതുപോലെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്ക് സ്വീറ്റ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് മാത്രം ജാഗരി ഇടുക. നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ജാഗരി കിട്ടുകയാണെങ്കിൽ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുക. അത് നല്ല കളറും ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് അതിന് നല്ലതായിട്ടൊന്ന് ഉരുക്കണം. നല്ലതായിട്ട് ഉരുക്കിയതിന് ശേഷം നമ്മൾ എത്രയാണോ പയറെടുത്തേക്കുന്നത് അതിനാവശ്യത്തിന് മാത്രം തേങ്ങ എടുക്കണം. ഇപ്പം ഞാൻ ഇടുന്നത് ഉപ്പാണ്. ഒരു പിഞ്ച് 2 പിഞ്ചസ് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതിങ്ങനെ വെള്ളം ഒരു നുള്ളു വെള്ളം പോലും അതിലില്ലാത്ത രീതിക്ക് നല്ലതായിട്ട് മീഡിയമോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി വെള്ളത്തിനെ വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആ പയർ വേവിച്ച് വെച്ചിട്ടില്ലേ, ആ പയറിനെ ഇതിലിട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ വേവിക്കുന്ന കൂടുതലായിരിക്കും. നമുക്ക് തേങ്ങാക്കൂട്ടൊക്കെ എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് പയറിട്ടാലും മതി. നമുക്ക് എത്രയാണോ ആ മിക്സർ ആവശ്യമുള്ള അത്രയും പയറിനെ ഇട്ട് നല്ലതായിട്ട്, ഇപ്പോൾ നമ്മൾ വെള്ളം നല്ല വറ്റിച്ചാലും നമ്മളിപ്പോൾ പയർ നല്ലതായിട്ട് കുക്ക് ചെയ്ത് വച്ചിരിക്കുന്നുണ്ട്, അതിൽ ഈർപ്പം കാണും. ആ ഈർപ്പവും പോകത്തക്ക രീതിക്ക് നല്ലതായിട്ട് കുക്ക് ചെയ്യണം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാം. പക്ഷേ ജസ്റ്റ് നിങ്ങളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പോകാൻ പറ്റില്ല. ശർക്കരയൊക്കെ ആൾറെഡി കുക്ക്ഡാണ്, അതുകൊണ്ട് കരിയാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതിലൊരു 4-5 ഏലക്ക ഞാൻ ഇടുന്നുണ്ട്. അത് നമ്മൾ പൊടിച്ച് വെച്ചിട്ട് അവസാനമാണ് ഇതിൽ ചേർക്കുന്നത്. ഇത് കിഡ്സിന് നല്ലൊരു സ്നാക്കാണ്, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. തീർച്ചയായിട്ടും കിഡ്സിന് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. ഈവനിങ് സ്നാക്കായിട്ടോ മോർണിംഗ് ടിഫണിനൊക്കെ കൂടി നമുക്കിത് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇതാ 4-5 ഏലക്ക പൊടിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇതിലിട്ട് ഇളക്കുന്നുണ്ട്. ആ സമയം തന്നെ ഞാൻ ഓയിൽ ചൂടാവാൻ വച്ചു. എന്നിട്ട് നമുക്ക് നമ്മൾ കോട്ടിങ് പ്രിപ്പയർ ചെയ്യാം. ഗോതമ്പ് മാവാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി ദോശയെക്കാളും നല്ല കുറച്ച് വെള്ളം പോലെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വച്ചേക്കുന്നത്. ആദ്യം നിങ്ങൾ ആ മിക്സറിനെ ബോൾസാക്കി വെക്കണം. നല്ലതായിട്ട് കൈ കൊണ്ട് ഇളക്കാം. ചൂടൊക്കെ ആറിക്കാണും. നല്ലതായിട്ട് ആറിയതിന് ശേഷം മാത്രം നിങ്ങളിത് ചെയ്യണം. അപ്പോഴേ നമുക്ക് നല്ല ബോൾസായി കിട്ടുള്ളൂ. ഇപ്പം നല്ലതായിട്ട് ഇതുപോലെ എടുത്ത് ബോൾസ് ആക്കിയിട്ട് ഇപ്പോൾ കണ്ടല്ലോ, ഇത് ഇത്രയും തിക്നെസ്സേ ഉള്ളൂ. ഇതാണ് ടേസ്റ്റ് നിങ്ങൾക്ക്. ഞാൻ ഗോതമ്പ് മാവിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. വെറുതെ ഗോതമ്പ് മാവിനെ നല്ലതായിട്ടൊന്ന് ലൈറ്റ് വെള്ളം പോലെ നല്ലതായിട്ട് നീർദോശയ്ക്കൊക്കെ മിക്സ് ചെയ്യില്ല, അതുപോലെ ചെയ്തിട്ട് ഇതിങ്ങനെ മുക്കിയെടുത്തിട്ടു. എന്നിട്ട് അതിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. പെട്ടെന്ന് തന്നെ മീഡിയമിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഫിനിഷ് ചെയ്ത് എടുക്കാം. നമ്മൾ കുറച്ച് ഇത് പെട്ടെന്ന് കുക്കാവും. എന്താ വെച്ചാൽ ഒരു തിൻ കോട്ടിംഗ് ആണ്. ആൾറെഡി ഉള്ളിലുള്ള മിക്സർ കുക്ക്ഡാണ്. സോ നിങ്ങൾക്ക് ടൈമൊന്നും ആവില്ല. പെട്ടെന്ന് നമ്മളിപ്പോൾ എല്ലാം ശർക്കരയൊക്കെ ചിരകി വെച്ചിട്ട് കുക്ക് ചെയ്തൊക്കെ വെച്ചാൽ 10 to 15-20 മിനിറ്റ്സിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പ്ലീസ് എൻ്റെ ഫുൾ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഹെൽത്തി ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഏതെങ്കിലും തമിഴ് റെസിപ്പീസ് മലയാളത്തിൽ വേണമെങ്കിലോ മലയാളത്തിലുള്ള റെസിപ്പീസ് തമിഴിൽ വേണമെങ്കിലോ പ്ലീസ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് നിങ്ങളെ ഫ്രണ്ട്സിനും ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് ഷെയർ ചെയ്യണം. താങ്ക് യു.